നമ്മുടെ കൂടെയുള്ളവര്, നമ്മുടെ സമൂഹത്തിലുള്ളവര് ആരെയും കളിയാക്കുകയോ നിസ്സാരമായി കരുതുകയോ ചെയ്യാതിരിക്കുക. അവരെ നമ്മൾ മാറ്റി നിർത്താതിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഈ ചെറിയവരിൽ ആരെയും നിസ്സാരരായി കരുതരുത്. ഒരാളെ പോലും പണമില്ല, അല്ലെങ്കിൽ പ്രശസ്തിയില്ല, കഴിവില്ല എന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുക. നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന്, ഒരു മനുഷ്യനാണ്, എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് ആ വ്യക്തി. ആ വ്യക്തിക്കും ആഗ്രഹങ്ങളുണ്ട്, ആ വ്യക്തിയെയും ഞാൻ ബഹുമാനിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിർത്തേണ്ട സാഹചര്യം വരുമ്പോൾ, കഴിവുള്ളവരെ, സൗന്ദര്യമുള്ളവരെ, പണമുള്ളവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക. മറ്റുള്ളവരൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റി നിർത്തുന്നു, കുറ്റപ്പെടുത്തുന്നു, ഒഴിവാക്കുന്നു. നമുക്കറിയാലോ, വചനത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നു, നിസ്സാരരായ വ്യക്തികളെയാണ് ദൈവം ഉയർത്തി, ദൈവം കഴിവുകളുള്ളവർ കൂടെ ആക്കി മാറ്റിയത്. നമ്മുടെ കഴിവുകളുള്ള വ്യക്തികളെ ഒന്നല്ല നമ്മൾ മനുഷ്യൻ കഴിവുകളുണ്ടെന്ന വ്യക്തികളെയല്ല തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിസ്സാരരായ വ്യക്തികളെ, വിക്കനായ മോശ, അവിടെ നിന്നിട്ട് തുടങ്ങിയാൽ മതി. ഒക്കെ നിസ്സാരരായ വ്യക്തികളെയാണ് പലപ്പോഴും മനുഷ്യർ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ളവരെയാണ് മനുഷ്യന് വേണ്ടത്. ദൈവം അങ്ങനെയല്ല കേട്ടോ. നിസ്സാരരായി എളിമയോട് നിൽക്കുന്ന വ്യക്തികളെ എടുത്ത് അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഓർക്കുക, അവരുടെ ദൂതന്മാർ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നു. നീ അവരെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്സാരമായി കരുതുമ്പോൾ പിതാവ് എല്ലാം അറിയുന്നുണ്ടെന്നുള്ളതാണ്, പിതാവ് എല്ലാം കാണുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. നീ അവനെ മാറ്റി നിർത്തുമ്പോൾ, ഒഴിവാക്കി കളയുമ്പോൾ, അല്ലെങ്കിൽ അവനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, അവന് കഴിവില്ല എന്ന് വിധിയിടുമ്പോൾ ഓർക്കുക, പിതാവ് എല്ലാം കാണുന്നു. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.